ഹലോ ഗായ്സ്, ഞാനിവിടെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നേക്കുവാണ്. മീൻസ് നമ്മുടെ ഈ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് ഇല്ല, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് ഏറ്റുമാനൂരുള്ള പ്രകൃതി ആയുർവേദ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടുത്തെ റൂമാണിത്. റൂം ഞാൻ കാണിച്ചു തരാം. കട്ടിലൊക്കെ അലങ്കോലാക്കി കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഏകദേശം എല്ലാ സൗകര്യമുള്ള AC റൂമാണ്. AC വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. ഇതെൻ്റെ ബേബി. ഇവിടെ സാധനങ്ങളുണ്ട്. ഇതിവിടെ ഒരു കബോർഡ്, പിന്നെ വാഷ്റൂം, കബോർഡ്, രണ്ട് ബെഡ് സെറ്റ് ചെയ്തേക്കാണ്. അപ്പം നമ്മളിവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം ബൈസ്റ്റാൻഡറും കൂടെ വേണം. നാളെ മുതലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നാളെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ന് ഈവനിങ് വന്നിവിടെ അഡ്മിറ്റ് ആവണം. അപ്പോൾ ഇതാണ് ഓവറോൾ. പിന്നെ ഫുഡൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന 7 ദിവസത്തെ ഒരു പാക്കേജാണ്. അപ്പം നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കായിരിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. രാവിലെ കൺസൾട്ടേഷൻ കാണും. അപ്പോൾ ഡോക്ടർ ഇപ്പം വന്നിട്ടൊന്ന് കണ്ടിട്ട് പോയി. അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഫുഡ് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ്. ഇത് ഞങ്ങൾ പോയ അന്നത്തെ ഭക്ഷണമായിരുന്നു. അപ്പവും ചിക്കൻ കറിയും, പിന്നെ ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കഴിച്ചപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. കാരണം ഒത്തിരി നാൾ കഴിഞ്ഞാണ് ഞാൻ നോൺ വെജ് എന്തെങ്കിലും കഴിക്കുന്നത്. യൂഷ്വലി ഡെലിവറി കഴിയുമ്പം ന്യൂലി അമ്മമാർക്ക് അങ്ങനെ നോൺ വെജ് ഫുഡൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഞാനങ്ങനെ നോൺ വെജ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. വെജ് ഫുഡ് കഴിക്കുമ്പോൾ എനിക്കൊരു വയറ് നിറയുന്ന ഫീലിംഗ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എരിയും പുളിയും അധികം ഇല്ലാത്ത ഭക്ഷണം കഴിക്കാം, നോൺ വെജ് എല്ലാം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അഡ്മിറ്റ് അവോയ്ഡ് ചെയ്യുക, ബാക്കി നമുക്ക് എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബായ്.